ഗ്ലാഡിയേറ്റർ 2. അപ്പോൾ ഇന്നലത്തെ സിനിമയുടെ ക്ഷീണം കാരണം ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എന്തായാലും കാണാമെന്ന് ചോദിച്ചു, കാരണം നാളത്തേക്ക് എന്തായാലും പറ്റൂല. അപ്പോൾ പോയി കണ്ട് പടം വേറെ തീർന്ന പോലെയാണ് കേട്ടോ. അത് ഇൻട്രസ്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞാണ്. അതായത് ഫസ്റ്റിൻ്റെ അത്രയും മികച്ചതൊന്നുമില്ലെങ്കിലും സ്റ്റാൻഡേർഡ് തന്നെ. അതായത് നമ്മളിപ്പോൾ കുറേ സെക്കൻഡ് പാർട്ട് ഇറങ്ങാറില്ലേ ഇംഗ്ലീഷിലൊക്കെ, അതായത് എക്സ്പാൻഡബിൾ, അങ്ങനെ ഏതാണ് ഫാസ്റ്റ് ആൻഡ് ഫെരീസ്, അങ്ങനെ കുറേ ജാതി സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ബോറാവാറുള്ളൂ. ഇതന്നെ സ്റ്റാൻഡേർഡ് സാധനം. കാരണം നമുക്ക് പണ്ട് ഈ സാധനം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ. അപ്പോൾ അത് നമ്മളെ വിഷമമാക്കാതെയും അതുപോലെ തന്നെ നമുക്ക് കുറേ ഇത് കിട്ടും. അതായത് നമുക്ക് ഭയങ്കര ഹാപ്പി തോന്നും. അതായത് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റൊക്കെ ഇത്തിരി ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മോനെ, നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല പറയുകയാണെങ്കിൽ ഈ സെൻസർ ബോർഡൊക്കെ എന്തിനാ ചെയ്ത് കഴിക്കണം എനിക്ക് മനസ്സിലാവാത്ത. ശോ ഇങ്ങനെയുണ്ടോ നമ്മുടെ ഇന്ത്യ? എന്ത് പറയാണ്. ഇനി പോട്ടെ, എന്തെങ്കിലും അത് പോട്ടെ, ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തായാലും പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായ സിനിമ കാണാൻ. അതുപോലെ തന്നെ ഒരു സൗണ്ടുള്ള തിയേറ്ററിൽ പോയി കാണാം. കാരണം ഈ സിനിമ നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഇന്നലത്തെ സിനിമ ഈ സിനിമയൊക്കെ വെച്ച് നോക്കണം മക്കളെ. എന്ത് കിടില സാധനം എന്നറിയും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് കണ്ടാലാണ് നിങ്ങൾക്ക് സെക്കൻഡ് മനസ്സിലാവുള്ളൂ. ഇതൊട്ട് ഫസ്റ്റ് കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കാം, എന്നിട്ട് സെക്കൻഡ് കാണാം. അപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വേഗം കാണാം. കാരണം ഈ സാധനമൊക്കെ നമ്മുടെ തിയേറ്ററിൽ അധികം നാൾ നിൽക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയാണ്, ഇവിടെ അധികം നാൾ നിൽക്കാൻ ചാൻസ് കുറവാണ്. കാരണം അധികം ആൾക്കാരും വരണമെന്നില്ല ഇത് കാണാൻ. ആകെ കുറച്ച് പേര്, ഞാൻ പോയ തിയേറ്ററിൽ കുറച്ച് പേര് ഉണ്ടായുള്ളൂ. സിനിമ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ, ഇഷ്ടപ്പെട്ടു. എനിക്ക് സംഭവം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു മോശമാക്കലോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫസ്റ്റിൻ്റെ അത്ര ഗംഭീരവും അത്രയൊന്നുമില്ല. നല്ലൊരു ഫസ്റ്റ് തന്നെയാണ് മുമ്പിൽ. പിന്നെ ഫസ്റ്റിൻ്റെ അത്രയില്ലെങ്കിലും സിനിമ നല്ലതാണ്. അപ്പം എന്തായാലും ബൈ.